പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യേശയ്യാപ്രവചനം 58-14 ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതികളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഇതാ പ്രവാചകനായ യെശയ്യാവിലൂടെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹമാണ്. യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കും എന്നുള്ളത്. യാക്കോബിന് കൊടുത്ത സകല അവകാശത്തെയും ഹല്ലേലൂയ ഇതാ ജനത്തിലേക്ക് കൈമാറുന്നു. നാം പലപ്പോഴും പറയുന്നത് അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്ക് വന്നു എന്നാ. എന്നാൽ ഇവിടെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, യാക്കോബിന് കൊടുത്ത അവകാശത്തെ ഞാൻ നിനക്ക് തരും. എന്താ യാക്കോബിൻ്റെ അവകാശം? ഉൽപ്പത്തി പുസ്തകം 27 മുതൽ നാം വായിക്കുമ്പോൾ യാക്കോബിന് ലഭിച്ച വിവിധമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. തൻ്റെ അപ്പനായ ഇസഹാക്ക് ഹല്ലേലൂയ തന്നെ അനുഗ്രഹിച്ചതും അങ്ങനത്തെ അനുഗ്രഹങ്ങളാണ്. ആകാശത്തിലെ മഞ്ഞ്, ഭൂമിയിലൂടെ പുഷ്ടി, അനവധി ധാന്യം, വീഞ്ഞ്, അതൊക്കെ കൊണ്ട് അവനെ അനുഗ്രഹിച്ചു. തുടർന്ന് പറഞ്ഞു, വംശങ്ങൾ നിന്നെ സേവിക്കും, ജാതികൾ നിന്നെ വണങ്ങും, നിൻ്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെടും. അങ്ങനെ ഇതാ ഇസഹാക്ക് അറിഞ്ഞോ അറിയാതെയോ യാക്കോബിനെ അനുഗ്രഹിക്കുന്നു. യാക്കോബിൻ്റെ തലമേൽ അങ്ങനത്തെ വലിയൊരു അനുഗ്രഹത്തെ ഇസഹാക്ക് കൈമാറി. ഇസഹാക്ക് കൈമാറി കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എല്ലാ കാലത്തും ഹല്ലേലൂയ ദേശത്തിലും നാട്ടിലും വീട്ടിലും അനുഗ്രഹം ലഭിക്കും. ഇസഹാക്ക് ഹല്ലേലൂയ യാക്കോബിനെ അനുഗ്രഹിച്ചപ്പോൾ ഹല്ലേലൂയ അവിടെ നിന്ന് യാക്കോബ് ഓടിപ്പോകുന്ന ഒരു കഥ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യാക്കോബ് ഓടിപ്പോയി ബേഥേലിൽ ചെല്ലുമ്പോൾ അവിടെയും ഇതാ അനുഗ്രഹം. ഹല്ലേലൂയ യാക്കോബിന് കിട്ടുന്ന അനുഗ്രഹം. ഹല്ലേലൂയ ദൈവം പറഞ്ഞു, നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയാ ഞാൻ നിന്നോട് കൂടെയിരിക്കും. ഞാൻ നിന്നോട് കൂടെയിരിക്കും എന്ന് മാത്രമല്ല ഹല്ലേലൂയ ഞാൻ നിന്നെ വർദ്ധിപ്പിച്ച് ഹല്ലേലൂയ വലിയതാക്കും എന്ന് ദൈവം അവനോട് അരുളി ചെയ്തു. ഹല്ലേലൂയ. യാക്കോബ് പോയ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. യാക്കോബ് പറഞ്ഞു, ഞാൻ ഉറക്കമുണർന്നപ്പോൾ കർത്താവ് ഇവിടെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ ഞാൻ ദൈവത്തെ ഹല്ലേലൂയ ഇതേ സ്ഥലത്ത് വന്ന് ദൈവത്തിന് ആലയം പണിത് ദൈവത്തെ ആരാധിക്കും. ഇന്ന് പകൽക്കാലവും ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, യാക്കോബിൻ്റെ അനുഗ്രഹം വേറെ പുസ്തകത്തിൽ പറയുന്ന അങ്ങനെ ഓരോ അനുഗ്രഹങ്ങളും കൊണ്ട് ദൈവം നമ്മെ നടത്തും, ദൈവം നമ്മെ മാനിക്കും. ഹല്ലേലൂയ. എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തും ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. യാക്കോബിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. യാക്കോബിന് ഹല്ലേലൂയ ലഭിച്ച അനുഗ്രഹം പിതാവായ ഇസഹാക്കിൽ നിന്ന് മാത്രമല്ല, യഹോവയായ ദൈവം നേരിട്ട് പറയുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. നീ പടിഞ്ഞാറോട്ടും നീ കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നോക്ക്, ഒന്ന് ഹല്ലേലൂയ പിതാവായ ഇസഹാക്കിൽ നിന്നുള്ള അനുഗ്രഹം. 2 ഇതാ യഹോവ നേരിട്ട് അനുഗ്രഹിക്കുന്നു. ഇതാ മൂന്നാമതായി താൻ ലാബാൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ലാബാൻ എത്ര പ്രതിഫലം മുടക്കിയാലും ഹല്ലേലൂയ ലാബാന് ഒരു അനുഗ്രഹമായി ഇദ്ദേഹം മാറിയപ്പോൾ ലാബാനും അവനെ അനുഗ്രഹിച്ചു. തുടർന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ലാബാനും ഹല്ലേലൂയ അവനെ അനുഗ്രഹിക്കേണ്ടി വന്നു. വാ തുറന്ന് അവനെ അനുഗ്രഹിക്കേണ്ടി വന്നു. യാക്കോബുമായി ഒരു സന്ധിയുടെ ഉടമ്പടി ചെയ്തു. വേദപുസ്തകം നാം വായിക്കുമ്പോൾ തന്നെ നമുക്കങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാ ഈ അപ്പനായ യാക്കോബിൻ്റെ അനുഗ്രഹം, യാക്കോബ് കൊടുത്ത അവകാശങ്ങൾ കൊണ്ട് തീർന്നില്ല. യഹോവയായ ദൈവം അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇതാ ലാബാൻ അനുഗ്രഹിക്കുന്നു. തുടർന്ന് ഹല്ലേലൂയ യാക്കോബിനെ തൻ്റെ സഹോദരനായ ഏശാവും അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ പെനിയേൽ
ഹല്ലേലൂയ ഒരു അനുഭവമാണ് ജീവിതത്തിൽ. യഹോവയുടെ വെളിച്ചം ഉദിച്ച പെനിയേൽ യാബോക്കിൻ്റെ കടവിൽ താൻ യഹോവയുമായി മല്ല് പിടിച്ചപ്പോൾ തൻ്റെ മേൽ ഹല്ലേലൂയ വെളിപ്പെട്ട ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ അത് വലുതാ. ആ ദൈവിക അനുഗ്രഹത്തോടെ അവൻ യാബോക്ക് കടവ് കടന്നപ്പോൾ ഇസഹാക്ക് ഇതാ ഹല്ലേലൂയ യാക്കോബ് ഇതാ ഏശാവിനെ കാണുന്നു. ഏശാവും തന്നെ അനുഗ്രഹിച്ചു. താൻ വിചാരിച്ചു ഏശാവ് തന്നെ ഇല്ലാതെയാക്കും, ഏശാവ് തന്നോട് പകരം ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിന് കൊടുത്ത ആ വലിയ അവകാശം, അനുഗ്രഹം യാക്കോബിൻ്റെ മേലുള്ളതുകൊണ്ട് യാക്കോബിനെ ഏശാവും അനുഗ്രഹിച്ചു. തുടർന്ന് വേദപുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ കൊണ്ടും തീർന്നില്ല. ഇതാ വർഷങ്ങൾക്ക് ശേഷം ഫറവോനും ഈജിപ്തുകാരും യാക്കോബിനെ അനുഗ്രഹിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണോ നീ? നിൻ്റെ മേൽ അനുഗ്രഹം എല്ലാ കാലത്തുമുണ്ടും. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നൊരു വാക്യം ഇവിടെ ശ്രദ്ധേയമത്രേ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അതൊരു ടെസ്റ്റിമണിയാണ്, അതൊരു ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. എത്ര പേർക്ക് പറയാൻ സാധിക്കും ദൈവം അനുഗ്രഹിച്ച വ്യക്തിയെ എല്ലാവരും ഹല്ലേലൂയ അറിഞ്ഞോ അറിയാതെയോ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഹല്ലേലൂയ പ്രവാചകൻ വിളിച്ചു പറയുന്നത്, യാക്കോബിൻ്റെ അനുഗ്രഹം നിനക്കുണ്ടാകും, യാക്കോബിൻ്റെ അവകാശം നിനക്ക് ലഭിക്കും. പ്രിയരെ, തീർന്നില്ല. പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഹല്ലേലൂയ ധന്യനായ പൗലോസ് ഇതാ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു. പൗലോസ് അപ്പസ്തോലൻ പറയുന്നു, ഹല്ലേലൂയ ശിശു ജനിക്കുന്നതിന് മുമ്പ്, ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്യുന്നതിന് മുമ്പ് അവൻ ഒരുവനെ സ്നേഹിച്ചു, മറ്റവനെ ദ്വേഷിച്ചു. ദൈവം യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചു. അതാ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഇന്ന് പകൽക്കാലം പിതാവായ യാക്കോബിൻ്റെ അനുഗ്രഹം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹം, ഹല്ലേലൂയ ലാബാൻ്റെ അനുഗ്രഹം, ഏശാവിൻ്റെ അനുഗ്രഹം, ഹല്ലേലൂയ ഫറവോൻ്റെ അനുഗ്രഹം, അങ്ങനെ അനുഗ്രഹത്താൽ ദൈവം തൻ്റെ ദാസനെ അനുഗ്രഹിച്ച വേദപുസ്തകം നമ്മുടെ മുമ്പാകെ ഇന്നും ഹല്ലേലൂയ നമുക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ പുസ്തകമായിരിക്കുന്നു. ഈ വേദപുസ്തകത്തിൽ വായിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.